ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കൊച്ചുകുടിയിൽ ഹോം ഗാർഡൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുറ്റത്തൊക്കെ ഈസി ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട്സിനെ കുറിച്ചാണ് കേട്ടോ. വേറൊന്നുമല്ല, മൾബറി മൂന്നെണ്ണമാണ് നമ്മുടെ അടുത്തുള്ളത്. പാകിസ്ഥാനി ലോങ് മൾബറി റെഡും, പിന്നെ അതിൻ്റെ യെല്ലോയും, പിന്നെ നമ്മുടെ നാടൻ മൾബറിയാണ് കേട്ടോ ഉള്ളത്. ഉള്ള കാര്യം പറയട്ടെ, ഈ ലോങ് മൾബറിനൊക്കെ നല്ലത് നമ്മുടെ നാടൻ മൾബറി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇന്ന് ലോങ് മൾബറി ഒക്കെയാണ് ചട്ടിയിൽ വെച്ച് വളർത്തുന്നത്. അന്ന് ആരും നാടൻ മൾബറി ചട്ടിയിൽ വെച്ച് വളർത്താൻ വേണ്ടി നോക്കാറില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ കുറേ ഉപകാരപ്രദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് നാടൻ മൾബറി ചട്ടിയിൽ നട്ടു വളർത്തണമെന്നും, അതുപോലെ കായ്ക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഏത് മൾബറി ഒന്ന് കായ്പ്പിക്കാനുള്ളൊരു മാർഗവും എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് മൾബറി കായ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, ഒന്ന് നല്ല വെയിൽ കിട്ടണം, പിന്നെ പ്രൂണിംഗ് ആണ് അത്യാവശ്യമുള്ളൊരു കാര്യം. നമുക്ക് രണ്ട് രീതിയിൽ ഇത് പ്രൂൺ ചെയ്യാം. ഒന്ന്, ഇങ്ങനെ കമ്പുകൾ വെട്ടിക്കളയാം. നമ്മുടെ ചട്ടിയിൽ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പുകൾ വെട്ടിക്കളയണ ഒരു നല്ലൊരു മാർഗ്ഗമാണ്. ചട്ടിയിലേക്ക് വളർത്തുമ്പോൾ ഒരുപാട് പൊക്കം വയ്ക്കാതെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തെല്ലാം പറിച്ചെടുക്കാൻ പാകത്തിന് കിട്ടും. അപ്പോൾ അതിൻ്റെ നീണ്ടു നിൽക്കുന്ന കമ്പുകൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കമ്പുകൾ വളർന്നു വരുമ്പോൾ അതിലെല്ലാം മൾബറി ഉണ്ടാവും കേട്ടോ. ഈ 16 ഇഞ്ചിൻ്റെ ചട്ടിയിലും 10 ഇഞ്ചിൻ്റെ ചട്ടിയിലും നിൽക്കുന്ന നാടൻ മൾബറിയാണ് കേട്ടോ. നമ്മളൊരു ചട്ടിയിൽ 2-3 കമ്പ് വീതം നട്ടുപിടിപ്പിച്ചേക്കണയാണത്. നമുക്ക് ഒരുപാട് വലിപ്പമില്ലാത്ത കമ്പൊക്കെ മോൾ ഭാഗത്തേക്ക് കാണുന്ന കമ്പില്ലേ, ആ കമ്പൊക്കെ മുറിച്ച് ചുമ്മാ ഒന്ന് ചട്ടി കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു വന്നോളൂ കേട്ടോ. ഒന്ന് വേര് പിടിച്ച ഇലകളൊക്കെ മഞ്ഞ വരെ ഡയറക്റ്റ് മഴയത്തൊന്നും വയ്ക്കാതെ തണലിലേക്ക് വെച്ചൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പുകളും പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ ഈ രണ്ട് രീതിയിൽ ഈ മൾബറി പ്രൂൺ ചെയ്യാം കേട്ടോ. ആദ്യത്തെ മൾബറി നമ്മൾ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് പ്രൂൺ ചെയ്തു. പിന്നെ രണ്ടാമത്തെ മൾബറി നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ പറിച്ചളയാണ്. ഒറ്റ ഇല വരെ നിർത്താതെ എല്ലാ ഇലകളും പറിച്ചളയാണ്. ഇത് രണ്ടും നാടൻ മൾബറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഇലകളും പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ നമ്മൾ പറിക്കണ ഇലകളുണ്ടല്ലോ, ഈ ഇലകൾ ഒരുപാട് മൂക്കാത്ത കുരുന്ന് ഇലകൾ നോക്കി പറിച്ചിട്ട് നമുക്കത് തോരൻ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കമ്പ് കുത്തി പിടിപ്പിക്കണ രീതിയാണ്. ഇങ്ങനെ ചുമ്മാ കമ്പ് കുത്തി കൊടുക്കുകയുള്ളൂ, അതിൽ നിന്ന് മുളച്ചു വരും കേട്ടോ. ഈ പരുവത്തിലുള്ള കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുളച്ചു വരും. നമ്മുടെ നാടൻ മൾബറി മാത്രമാണ് കേട്ടോ ഇങ്ങനെ കമ്പ് കുത്തി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. പാകിസ്ഥാനി ലോങ് മൾബറി ഒക്കെ ആണെങ്കിൽ നമ്മുടെ നാടൻ മൾബറി കമ്പൂത്തി പിടിപ്പിച്ചിട്ട് അതിലേക്ക് പാകിസ്ഥാനി ലോങ് മൾബറി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണോ ചെയ്യണത്. നമ്മൾ ഈ ചട്ടിയിൽ വെച്ചാണ് നാടൻ മൾബറിയിൽ ഇഷ്ടംപോലെ കായകളുണ്ടാവും കേട്ടോ. അപ്പോൾ കായകളെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താണ് കേട്ടോ. അതുപോലെ നമ്മുടെ യെല്ലോ മൾബറിയും പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡ് പാകിസ്ഥാനി ലോങ് മൾബറിയാണ് കേട്ടോ. ഞാൻ കഴിച്ചു വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനി റെഡ് മൾബറി നമുക്ക് വാങ്ങിച്ചു വയ്ക്കാം. നല്ല ഒരു മധുരമാണ്, ഒരുപാട് ഓവർ മധുരമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ യെല്ലോ മൾബറിക്ക് ഇച്ചിരി ഓവർ മധുരമാണ്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. എന്നാൽ നമ്മുടെ നാടൻ മൾബറി ആണെങ്കിൽ അതിൻ്റെ പുളിയും ആ മധുരമൊക്കെ കൂടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഈ മൾബറിനോടാണ്, നാടൻ മൾബറിനോടാണ് കേട്ടോ. യെല്ലോ മൾബറി ഒന്നും കൊടുത്തിട്ട് പിള്ളേർ അത്ര കഴിക്കാറില്ല. അപ്പോൾ കണ്ടോ, ഇത് പ്രൂൺ ചെയ്ത് പുതിയ തളിര് വന്നതിലെല്ലാം മൾബറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ നാടൻ മൾബറിയിൽ ഉണ്ടാക്കണതാണ് കേട്ടോ. ഇത് ഇല പറിച്ച തൈ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ആണ് നമ്മുടെ മൾബറി ആദ്യം തന്നെ കാച്ചായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ പ്രൂൺ ചെയ്യണതിന് വേഗം കൂടുതൽ തളിരുകൾ വരുമോ, അതിൻ്റെ അകത്ത് നിറച്ച് ഉണ്ടാവുകയും ചെയ്ത് ഇല പറിച്ചതിലാണ് കേട്ടോ. അതുപോലെ പാകിസ്ഥാനി മൾബറിയിലും നമ്മൾ ഇല പറിച്ചത് കണ്ടോ, ഇത് ഇല പറിച്ചതാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ തളിരുകൾ വന്നുണ്ടോ, പെട്ടെന്ന് ഈ വന്ന തളിരുകളിൽ മിക്കതിലും നമ്മുടെ മൾബറി ഉണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുള്ളതും അതുപോലെ പെട്ടെന്ന് കായ പിടിക്കാനും ഉള്ളൊരു മാർഗ്ഗമാണ് ഈ ഇലകൾ ഫുള്ള് പറിച്ച് കൊടുക്കുക എന്നുള്ളത്. ഇത് മിക്ക ആൾക്കാർക്ക് അറിയില്ലാത്തൊരു മാർഗ്ഗമായിരിക്കും. ഞാനിപ്പോൾ അടുത്തിടയ്ക്കാട്ടോ ഇത് അറിഞ്ഞത്. അപ്പോൾ ആ അറിവ് നിങ്ങളിലേക്കൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ വീഡിയോ ചെയ്തത്. ഇത് കണ്ടോ, പിള്ളേരൊക്കെ ഇങ്ങനെ മുറ്റത്തുനിന്ന് വന്ന് തന്നെ പറിച്ച് തിന്നോളും. പഴുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മൾബറി ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നോക്കി, ഇഷ്ടംപോലെ തളിരുകളും അതിലെല്ലാം നിറച്ച് മൾബറി ആയിട്ടുണ്ട്. മഴക്കാലമാണ് കേട്ടോ, അപ്പോൾ മഴയുള്ള സമയം തന്നെയാണ്, നവംബർ മാസമാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പ്രൂൺ ചെയ്തതിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്രൂൺ ചെയ്തതും കുഴപ്പമില്ലാതെ
ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇച്ചിരി കൂടി എഫക്റ്റീവായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇല പറിക്കണയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ലോങ് മൾബറിയിലും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് മഞ്ഞയാണ് കേട്ടോ. മഞ്ഞയിൽ അത്ര കായപിടുത്തമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. എന്നാൽ നമ്മുടെ റെഡിൽ ചെറിയ തൈയായി വന്നപ്പോൾ തന്നെ നമ്മൾ പ്രൂൺ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ അകത്തുണ്ടായ ശിഖരത്തിലെല്ലാം മൾബറി ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് നട്ടു വളർത്താം കേട്ടോ. പാകിസ്ഥാനി ലോങ് മൾബറി റെഡും അതുപോലെ നാടൻ മൾബറിയൊക്കെ നട്ടു വളർത്താം. മഞ്ഞ കുഴപ്പമില്ല, നട്ടു വളർത്താം, പക്ഷേ അത്ര ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല. അതിൻ്റെ മധുരം എല്ലാവർക്കും പിടിക്കുമെന്നും തോന്നണില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോയ്ക്ക് ആയിട്ട് വരാം. അതുപോലെ നമ്മുടെ ഇതിന് ഇട്ട് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് മണ്ണ് ഇളക്കിയിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എല്ലുപൊടി അതിന് കൂടുതൽ കായകളുണ്ടാവാനും ചാണകപ്പൊടി അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ചാൽ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു വളമുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ബയോബിൻ. ഒരു 500 രൂപ മുടക്കി നമ്മളുണ്ടാക്കിയൊരു ബയോബിൻ ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന സ്ലറിയും കമ്പോസ്റ്റൊക്കെ നമ്മൾ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ബയോബിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ നമ്മളിത് ചെയ്യും. നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ ഈസി ആയിട്ട് സംസ്കരിക്കാനും അതിൽ നിന്ന് വളം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.